വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടെ ഡിഎഫ്ഒയെ തടഞ്ഞ് പോലീസ് എത്തിയത് വിവാദത്തിൽ. ഇത് തർക്കങ്ങൾക്ക് ഇടയാക്കി. ഡിഎഫ്ഒ മാർട്ടിൻ ലോവൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ കയറിയ മാനന്തവാടി എസ്എച്ച്ഒ അഗസ്റ്റിൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയും മാധ്യമപ്രവർത്തകരെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടുകയും ചെയ്തു. ജനങ്ങൾ ഒന്നടങ്കം ഭീതിയിലും ആശങ്കയിലും കഴിയുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ദൗത്യത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഡിഎഫ്ഒ. ഇതിനിടയിലാണ് ലൈവിലേക്ക് ഇടിച്ചു കയറി മാനന്തവാടി എസ്എച്ച്ഒ പ്രകോപനകരമായ ഡിഎഫ്ഒയെ തടസ്സപ്പെടുത്തിയത്. ഡിഎഫ്ഒയെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും എസ്എച്ച്ഒ ശ്രമിച്ചു. ഇന്നിവിടെ ലൈവും വാർത്താ സമ്മേളനവും ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് എസ്എച്ച്ഒ മാധ്യമങ്ങളെ തടഞ്ഞത്. ഇതോടെ എസ്എച്ച്ഒയും മാധ്യമപ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമായി. എന്തിനാണ് സംസാരം തടസ്സപ്പെടുത്തിയത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ എസ്എച്ച്ഒ തയ്യാറായില്ല. കടുവാ ദൗത്യം ഇന്നും തുടരുന്നുണ്ടെന്നായിരുന്നു ഡിഎഫ്ഒ മാധ്യമങ്ങളോട് അറിയിച്ചത്. കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിനാണ് പരിഗണന നൽകുന്നത്. ഇന്നലെ കടുവയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സാന്നിധ്യം സ്ഥിരീകരിക്കാനായിരുന്നില്ല. നേരത്തെ കടുവയെ കണ്ടു എന്ന് പറയുന്നിടത്തും കൂട് സ്ഥാപിച്ചെടുത്തും ഇന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും ഡിഎഫ്ഒ വ്യക്തമാക്കി. ഇതിനിടയിലാണ് എസ്എച്ച്ഒ എത്തിയത്. മാനന്തവാടി എസ്എച്ച്ഒ അഗസ്റ്റിൻ ബലം പ്രയോഗിച്ച് ഡിഎഫ്ഒയെ മാറ്റുകയായിരുന്നു. പ്രദേശത്ത് മാധ്യമങ്ങൾ നിൽക്കരുതെന്നും ഡിഎഫ്ഒ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. IFS നേടിയ ഉദ്യോഗസ്ഥനാണ് മാർട്ടിൻ ലോവൽ. ഒരു CI റാങ്കിലെ ഉദ്യോഗസ്ഥനേക്കാൾ ഏറെ മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. IAS-ഉം IPS-ഉം പോലൊരു കേഡർ സർവീസായ IFS-കാരനെ CI എങ്ങനെ തടയുമെന്നും ഉപദേശിക്കുമെന്നുമൊന്നും ആർക്കും അറിയില്ല. വനത്തിൽ സർവാധികാരം വനംവകുപ്പിനാണ്. പക്ഷേ ഇവിടെ എല്ലാം പോലീസിനാകുന്നു. ഇതിൽ വനംവകുപ്പിൽ അമർഷം ശക്തമാണ്. വനമന്ത്രി AK ശശീന്ദ്രന് സർക്കാരിൽ പിടിയില്ലാത്തതാണ് ഇതിനെല്ലാം കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിവാദത്തോടെ കടുവയെ ഇനി ആരു പിടിക്കുമെന്ന ചർച്ചയും സജീവമായിരുന്നു. വനംവകുപ്പിന് മുകളിൽ പോലീസ് പിടിമുറുക്കുന്നതാണ് ഇതിന് കാരണം. അതേസമയം മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് കടുവയെ കണ്ട പ്രദേശത്ത് കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും RRT അംഗങ്ങളെയും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടെ RRT അംഗത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. അതേസമയം കടുവയ്ക്ക് വെടിയേറ്റു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. RRT അംഗം ജയസൂര്യയെ ഇപ്പോൾ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. കടുവയുടെ സാന്നിധ്യം ഉള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കടുവയെ പിടികൂടിയാൽ വനത്തിൽ തുറന്നുവിടില്ല. മൃഗശാലയിലേക്കോ സംരക്ഷണ കേന്ദ്രത്തിലേക്കോ മാറ്റും. പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും.